ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഇടവ കാപ്പിൽ ബീച്ചിലാണ്. ഇവിടെ ചക്രവാളത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം മനസ്സിലേക്ക് കടന്നു വന്നു. ഈ കടലിന് മുകളിലൂടെ നടന്നു പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നടന്ന് നമ്മൾ ഏത് രാജ്യത്താകും എത്തിപ്പെടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് രാജ്യത്താകും നമ്മൾ ചെന്നെത്തുക? ഈ കടലിന് മുകളിലൂടെ ഏകദേശം 1906 നോട്ടിക്കൽ മൈൽ അഥവാ 3530 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെന്നെത്തുക ഒരു ആഫ്രിക്കൻ രാജ്യത്തിലായിരിക്കും. അക്ഷാംശരേഖ അഥവാ ലാറ്റിറ്റ്യൂഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് കണ്ടെത്തുന്നത്. 8 ഡിഗ്രി 18 മിനിറ്റ് നോർത്ത് അക്ഷാംശരേഖയ്ക്കും 12 ഡിഗ്രി 48 മിനിറ്റ് നോർത്ത് അക്ഷാംശരേഖയ്ക്കും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ അക്ഷാംശ രേഖയാവട്ടെ 1 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 11 ഡിഗ്രി 59 മിനിറ്റ് വരെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ബീച്ചുകളിൽ നിന്നും നേരെ സഞ്ചരിച്ച് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സൊമാലിയ എന്ന ഈ ആഫ്രിക്കൻ രാജ്യമാണ്. നിങ്ങൾ ഉത്തര കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് ഇത്തരത്തിൽ നേരിട്ട് സഞ്ചരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒമാനും യമനുമൊക്കെ ഉത്തരമായി വരാം. അതൊരു ചെറിയ ഭാഗം മാത്രമാണെന്ന് ഓർക്കുക.